പോകാൻ നേരത്തെ ആന്റിപ്പോ ഓടിയായിരുന്നു ഈ റിങ് തരാൻ. ഈ റിങ്ങാണ് എനിക്ക് എൻഗേജ്മെന്റ് കിട്ടിയ റിങ്ങാ. അങ്ങനെ ഓനോടി ടാറ്റയും പയ്യാൻ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഹോസ്റ്റലിൽ ഇറങ്ങിയത് ഒടുക്കത്തെ മഴ. നമുക്കാണ് 100-120 കിലോമീറ്റർ യാത്ര ചെയ്യാണ്ട്. ഈ ചങ്ങായി ഫുൾ ബാഗ് പാക്ക് ചെയ്തിട്ട് വന്നു. ഞാനാണെങ്കിലോ ഓനെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിന് മഴ കൂടി. അതുകൊണ്ട് നമ്മൾ കടയിൽ കയറിയിരുന്നു. മഴന്റെ ശക്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും കുറെ പോകാനുള്ള വിചാരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം ഓർത്ത് നമ്മൾ ഹെൽമെറ്റ് ആ സ്ഥലത്ത് മറന്നിച്ച് പോകുന്നു. എന്തായാലും നല്ല ഓർമ്മശക്തിയിലുണ്ട് അധികം തപ്പേണ്ടി വന്നില്ല. നമുക്ക് കറക്റ്റ് വഴി അറിയുകൊണ്ട് നമ്മൾ തിരിച്ചു പോയപ്പോൾ അവിടെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയതും കറക്റ്റ് സിഗ്നൽ പോയി വിട്ടു. ഏകദേശം 1.5 മിനിറ്റാണ് അവിടെ പോയി നിന്ന്. ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞതും മഴ നല്ല ഊക്കോട് വന്നു. അവിടെ നമ്മൾ വലിയ സബിനുള്ളിൽ കയറി. എന്തായാലും ഞാൻ ഡ്രൈവറിന്റെ ബാക്കിൽ ഇരിക്കൊണ്ട് വല്ലാണ്ട് നഞ്ഞിട്ടില്ല. ആകെ നഞ്ഞ പിണ്ടിയാണ് മുന്നിൽ നിന്നിട്ട്. മഴ കഴിഞ്ഞപ്പോൾ നമ്മള് പിന്നെ ഇറങ്ങിയപ്പോഴും വേറെ ടാസ്ക് കിട്ടിയേ. ഹൈവേ ആണ് രാത്രിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒടുക്കത്തെ അടുത്ത കടയിൽ കഴിഞ്ഞ 100 രൂപ റെയിൻകോട്ട് വാങ്ങി. പിന്നെ എനിക്കൊരു ബാൻഡേജ് വാങ്ങി. കാരണം കാലം നല്ല പോലെ മുറിച്ചിട്ടുണ്ട് അതിന് വടം വലിച്ചിട്ട്. അങ്ങനെ അത് പൊട്ടിച്ചിട്ട് ഹൈവേ സൈഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി. അവിടുന്ന് ഒരു ചായ ഒരു കായുണ്ടിയും കഴിച്ചാൽ വടകരയെത്തി ഏകദേശം റോഡ് പണി നടക്കുന്നതുകൊണ്ട് നല്ല പോലെ ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ. പള്ളക്ക് വേഷിക്കാൻ തുടങ്ങി നമ്മൾ കയറിയിട്ട് ഒരു ഓംലേറ്റ് മീനും ചായയും കുടിച്ചു. അവിടുന്നാണ് നമ്മളൊരു ഫോളോവേഴ്സിന് കണ്ട്. ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരാൾ കാണാൻ പറ്റുന്നത്. പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ ഏകദേശം കുണ്ടിയെല്ലാം പോയിന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈ പാലത്തിൽ ഇറങ്ങി. റെസ്റ്റും കഴിഞ്ഞ് വണ്ടി എടുത്തപ്പോൾ പിന്നെയും ബ്ലോക്ക്. എന്തായാലും 1/2 മണിക്കൂറോളം അങ്ങനെ വെറുതെ നിൽക്കേണ്ടി വന്നു. സാധാരണ നമ്മൾ ഏജിലുള്ളവർ രാത്രി ഇറങ്ങിയ സിഗരറ്റ് മേടിക്കില്ലേ. പക്ഷെ നമ്മൾ സിഗരറ്റ് നമ്മളെ മേടിച്ച കുർക്കുറയാണ്. നമ്മളാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ 30 കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ളൂ. മഴയാണ് നമ്മൾ പോകാനും സമ്മതിക്കുന്നില്ല. നമ്മളെ വണ്ടിയാണെങ്കിൽ ആകെ പുകയാൻ തുടങ്ങി ചൂടുകൊണ്ട്. എന്തായാലും മഴയില്ല. നമ്മളെ കയ്യാണ് കുർക്കുറുണ്ട്. അങ്ങനെ അതും കഴിച്ച് ആസ്വദിച്ചു. നമ്മളെ ഈ ചുഴിയാണ്ട് നമുക്ക് നോസ്റ്റാൾജിയ. എന്തായാലും നേരം വെളുക്കാൻ മുന്നേ വീട്ടിൽ എത്തണം. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് സ്ലാബിന്റെ മുകളിൽ കൂടി എല്ലാം വണ്ടി എടുത്ത് നമ്മൾ ഏകദേശം കോഴിക്കോട്. അവിടെ എത്തിയപ്പോൾ ഏകദേശം 3 മണിയായിരുന്നു. അതുകൊണ്ട് ആ ടൈമിൽ ഹോട്ടലൊന്നും ഇല്ല. അപ്പൊ നമ്മൾ ബീച്ച് സൈഡ് പോയപ്പോൾ ഈ ഒരു ഹോട്ടലുണ്ട്. ഉള്ളിൽ കയറിയിരുന്നതും ചെക്കന്മാർ മഞ്ഞപ്പൈറ്റ് ഇട്ട് പോയി. അപ്പൊ എന്റെ കുഞ്ചു കൈ നീട്ടണം. അവന്റെ കൈയാണ് വെള്ളം തട്ടി വെള്ളപ്പാണ്ട് പിടിച്ച പോലെ. നമ്മളാണ് 4 പൊറാട്ടയും 2 അൽഫാമുമാണ് ഓർഡർ ആക്കിയത്. പണ്ട് റീല് കാണുമ്പോൾ ലേശം മയോണീസ് ലേശം കെച്ചപ്പ് അതെല്ലാം മിക്സ് ആക്കിയിട്ട് കുറച്ച് പൊറാട്ടയും കുട്ടിയടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് വായിൽ വെച്ച് നമുക്ക് മനസ്സിലായി പൊറാട്ടയ്ക്ക് 2 ദിവസം പഴക്കമുണ്ട്. പക്ഷെ അൽഫാം അങ്ങനെ കേട്ടോ. അൽഫാം തൊള്ളി വെച്ചതും സീന് സാധനം. എന്തായാലും നമ്മൾ ബീച്ചിൽ പോകുന്ന ദിവസം കൊള്ളാം. സാധാരണ രാത്രികൾക്ക് 3 മണി 4 മണിക്ക് കോഴിക്കോട് ബീച്ച് നല്ല ആൾക്കാരുണ്ടാവില്ല. ഇന്നാലും ആരുമില്ല. ഈ പട്ടിക്കുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓനോട് ടാറ്റയും പയ്യാൻ നമ്മൾ ഇറങ്ങിയപ്പോൾ പിന്നെയും മഴ വന്നു. അവിടെ നമ്മൾ നല്ല പെട്രോൾ പമ്പ് കയറി. മഴയാണെങ്കിലോ പോകാൻ തയ്യാറാവുന്നില്ല. നമ്മൾ മെല്ലെ ഒരു ചായക്കടയിൽ കയറി. അടുത്തുള്ള ഒരു ചായക്കട ചായയും കുടിച്ച് പുറത്തെറിയുമ്പോൾ കുഞ്ചിന്റെ റെയിൻകോട്ട് നീന്തി കളിക്കുന്നത് താഴെ. ടൈം ഏകദേശം 4 മണിയായിരുന്നു. നമുക്കവിടെ നല്ല പോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഏകദേശം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മണിയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പൊ ഇന്നത്രയുള്ളൂ. ബാക്കി നാളെ.